ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി രാജീവ് കണ്ഠരർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയത്തിലേക്ക്. സുധീഷ് ചേരുകയാണ്. സുധീഷ്, ജാമ്യം അനുവദിച്ചിരിക്കുന്നു തന്ത്രിക്ക് കൊല്ലം വിജിലൻസ് കോടതി. ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? ഉപാധികളോടെ ആയിരിക്കുമല്ലോ ജാമ്യം. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി മുന്നോട്ട് വെച്ചത്? തീർച്ചയായും കട്ടിളപ്പാള കേസിലും ദ്വാരപാലക കേസിലും ഇപ്പോൾ രണ്ട് കേസിലുമായി തന്ത്രിക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അതായത് സ്വാഭാവിക ജാമ്യമല്ലാതെ ഈ ജാമ്യം ലഭിക്കുന്നത്, കേസിന്റെ നാൾവഴികളിൽ ജാമ്യം ലഭിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് തന്ത്രി കണ്ഠരര് രാജീവർ. മുൻപ് ശ്രീകുമാറിന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന് ഇത്തരത്തിൽ ഒരു ജാമ്യം ലഭിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവർക്കാണ് ഇത്തരത്തിലൊരു ജാമ്യം. അതായത് സ്വാഭാവിക ജാമ്യമല്ല, ഈ കേസിന്റെ നാൾവഴികൾക്കിടയിൽ അല്ലെങ്കിൽ റിമാൻഡ് കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ലഭിക്കുന്ന ഒരു ജാമ്യമായിട്ടാണ് തന്ത്രിക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. പ്രധാനമായും പ്രതിഭാഗം ഉന്നയിച്ച വാദഗതികൾ, അതായത് കേസ് മുന്നോട്ട് പോകുമ്പോൾ തന്ത്രിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അല്ലെങ്കിൽ ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരോപിച്ചിരിക്കുന്ന വസ്തുതകളിലൊന്നും തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൃത്യമായ ഒരു പങ്കുകളില്ല എന്ന്, അല്ലെങ്കിൽ ആ പങ്ക് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ഇടപാടുകൾ ഉണ്ടായിരുന്നത്, ബന്ധമുണ്ടായിരുന്നത് എന്ന വാദം പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. പ്രതിഭാഗത്തിന്റെ ആ വാദം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കോടതി തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഇപ്പോൾ ജാമ്യം നൽകിയിട്ടുള്ളത്. ഏതായാലും പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വാദത്തെ ശക്തമായി എതിർത്തിരുന്നു. പക്ഷേ ആ വാദഗതികളേക്ക് തള്ളിക്കൊണ്ട് ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കോടതി, കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകിയിരിക്കുകയാണ്. ഇതോടുകൂടി ഇപ്പോൾ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന വ്യക്തികളുടെ എണ്ണം 6 ആയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സ്വാഭാവിക ജാമ്യത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ ജയിലിന് പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ കേസിൽ അവസാനമായി അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവർ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും രണ്ട് കേസുകളിലും ഈ തന്ത്രി കണ്ഠരര് രാജീവർ പ്രതിയെ ചേർത്തിരുന്നു. അവസാനമായി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതും, ഈ കേസിന്റെ നാൾവഴികളിൽ അവസാനമായി അറസ്റ്റ് ചെയ്തതും തന്ത്രിയായിരുന്നു. ഇപ്പോൾ തന്ത്രിയും ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേസിൽ ജാമ്യം ലഭിച്ച പുറത്തിറങ്ങുന്ന വ്യക്തികളുടെ എണ്ണം 6 ആയിരിക്കുന്നു. കഴിഞ്ഞ തവണയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇടക്കാല കുറ്റപത്രം പോലും നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രതികൾ ഓരോരുത്തരായി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഏറെ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. പ്രതിഭാഗവും ഉൾപ്പെടെ, പ്രതിപക്ഷം ഉൾപ്പെടെ ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള ഈ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന ഒരു നടപടിക്രമങ്ങളെ അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. പ്രതിപക്ഷത്തിൻ്റെയൊക്കെ ആരോപണം, പ്രത്യേക അന്വേഷണ സംഘം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് നടത്തുന്ന ചില നീക്കങ്ങൾ, ആ നീക്കങ്ങളിലൂടെയാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നത്, കോടതിക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്, കേസിൽ നിന്നും ഇവർ പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെയൊക്കെ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ തന്ത്രിയും ഈ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. തന്ത്രിക്കും ഇപ്പോൾ ജാമ്യം രണ്ട് കേസുകളിലും, കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും രണ്ട് കേസുകളിലും ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഏതായാലും ഉപാധികൾ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ ഉപാധികളെ കുറിച്ചുള്ള വ്യവസ്ഥകൾ, അത് ജാമ്യ വ്യവസ്ഥകൾ പുറത്തു വന്നാൽ മാത്രമേ ഉപാധികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന വാർത്ത, തന്ത്രിക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അവസാനമായി അറസ്റ്റിലായ പ്രതി തന്ത്രി ആയിരുന്നു. തന്ത്രിക്കും ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് തന്ത്രിയും ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്താകുന്നവരുടെ എണ്ണം, ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നവരുടെ എണ്ണം 6 ആയിരിക്കുന്നു. ഏതായാലും ഈ ഉപാധികൾ, എന്തൊക്കെ ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചത് എന്നുള്ള കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമുക്ക് അറിയാൻ കഴിയും. ജാമ്യ വ്യവസ്ഥകൾ പുറത്തു വരുമ്പോൾ ആ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം നമുക്ക് നൽകാൻ കഴിയും. ഏതായാലും പ്രതിഭാഗത്തിന്റെ വാദം, അതായത് തന്ത്രിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല, ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രി ഇടപെട്ടിട്ടുള്ളത്, ഒപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല തുടങ്ങിയ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു പ്രതിഭാഗം കേസിന്റെ ജാമ്യ ഹർജി ഫയൽ ചെയ്തപ്പോൾ വാദം ഉന്നയിച്ചത്. ആ വാദം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ തന്ത്രിക്ക് ഉപാധികളോടെ ജാമ്യം നൽകിയിരിക്കുന്നത്. സുധീഷ്, 6ാമത്തെ ആളാണ് കേസിൽ പുറത്തേക്ക് ഇറങ്ങുന്നത്, തന്ത്രി കണ്ഠരര് രാജീവര്. ഇതിൽ ആദ്യമിറങ്ങിയ 5 പേരിൽ 4 പേരും സ്വാഭാവിക ജാമ്യത്തിൻ്റെ പുറത്തിറങ്ങിയത്. ശ്രീകുമാർ മാത്രമാണ് അല്ലാതെ പുറത്തിറങ്ങിയത്. പിന്നെ ഇപ്പോൾ അടുത്ത ആളെന്ന് പറയുന്നത് 41 ദിവസം ജയിൽവാസം അനുഭവിച്ച തന്ത്രി കണ്ഠരര് രാജീവരാണ്.
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം സ്വാഭാവിക ജാമ്യത്തിൻ്റെ ഒരു മറ പിടിച്ചുകൊണ്ട് മറ്റ് പ്രതികൾ ഇറങ്ങുമ്പോൾ ശ്രീകുമാറും തന്ത്രിയെയും സ്വാഭാവിക ജാമ്യത്തിൻ്റെ ഒരു പരിധിക്ക് അപ്പുറം ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ ഇവർക്ക് ജാമ്യം നൽകി എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇവരുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രോസിക്യൂഷന് ഇത് കൃത്യമായ ഒരു ഇവർക്കെതിരെയുള്ള തെളിവുകൾ നിരത്തുന്നതിൽ ഒരു വീഴ്ച വരുത്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനങ്ങളും നിയമവിദഗ്ധരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ എങ്ങനെയാണ് ഈ കോടതി ഉപാധികൾ വെച്ച് ജാമ്യം നൽകിയത് എന്നുള്ള വ്യവസ്ഥകൾ കൂടി അറിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നമുക്കും നൽകാൻ കഴിയുള്ളൂ. ഏതായാലും ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് തന്ത്രിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇരു കേസുകളിലും കട്ടളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും ഇപ്പോൾ തന്ത്രി ജയിൽ മോചിതനാകുന്നു, അല്ലെങ്കിൽ ജാമ്യം ലഭിച്ച ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇനി വരും ദിവസങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ പ്രതികൾ ഓരോരുത്തരായി ഒരുപക്ഷെ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഏതായാലും ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത അനുസരിച്ചാണെങ്കിൽ പത്മകുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ട പത്മകുമാർ സ്വാഭാവിക ജാമ്യം നേടി ഈ കട്ടളപ്പാളി കേസിലെ സ്വാഭാവിക ജാമ്യം നേടി കോടതിയെ സമീപിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട ഹർജി കൊല്ലം വിജിലൻസ് കോടതി വരുന്ന ദിവസങ്ങളിൽ പരിഗണിക്കുമെന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട്. ഏതായാലും 90 ദിവസം റിമാൻഡ് പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കട്ടിളപ്പാള കേസിൽ ഈ സ്വാഭാവിക ജാമ്യം തേടി പത്മകുമാറും കേസിലെ പ്രധാന ഒരു പ്രതി കൂടിയായ ഏറെ വിമർശനങ്ങളൊക്കെ വഴിവെച്ചിരുന്ന പത്മകുമാറിൻ്റെ അറസ്റ്റോട് കൂടി തന്നെയൊക്കെ ആയിരുന്നു. കാരണം പാർട്ടിയുമായിട്ടുള്ള പത്മകുമാറിൻ്റെ ബന്ധമൊക്കെ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പത്മകുമാറും ഇത്തരത്തിൽ ഒരു സ്വാഭാവിക ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. 90 ദിവസം അത് റിമാൻഡ് കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ കൂടിയാണ്. ഒപ്പം KP ശങ്കർദാസിൻ്റെ 2 ജാമ്യ ഹർജികളും, അതായത് ഈ സ്വാഭാവിക ജാമ്യം അനുവദിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടുള്ള 2 ജാമ്യ ഹർജികളും 23-നും കോടതി പരിഗണിക്കും. ഇത്തരത്തിൽ ഇപ്പോൾ കോടതിയിൽ സ്വാഭാവിക ജാമ്യം തേടി എത്തുന്ന പ്രതികളുടെ എണ്ണവും ഇപ്പോൾ ഈ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെല്ലാം കേസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളൊരു വസ്തുത നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയേണ്ടി വരുന്നു. കാരണം സ്വാഭാവിക ജാമ്യം തേടി 4 പ്രതികളും അല്ലാതെ 2 പ്രതികളുമാണ് ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഇപ്പോൾ ജാമ്യം കൊല്ലം വിജിലൻസ് കോടതി നൽകിയിരിക്കുന്നു. സുധീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കൊല്ലം വിജിലൻസ് കോടതി. 41 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് തന്ത്രി കണ്ഠരര് രാജീവര് പുറത്തിറങ്ങുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഇതോടെ 6ാമത്തെ പ്രതിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇതിൽ ആദ്യം ഇറങ്ങിയ 5 പേരിൽ 4 പേരും സ്വാഭാവിക ജാമ്യത്തിൻ്റെ പരിധിയിലാണ് പുറത്തിറങ്ങിയത്. ശ്രീകുമാർ മാത്രമാണ് അല്ലാതെ ഇപ്പോൾ തന്ത്രി ഇറങ്ങിയതുപോലെ തന്നെ 90 ദിവസമാകാതെ പുറത്തിറങ്ങിയത്. തന്ത്രി കണ്ഠരര് രാജീവര് 41 ദിവസമായിരിക്കുന്നു ജയിൽവാസം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. അതിനുശേഷം ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരിക്കുന്നു. ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ മറ്റൊന്നിലും തന്ത്രി ഇടപെട്ടിട്ടില്ല എന്നാണ് കണ്ഠരരുടെ അഭിഭാഷകൻ വാദിച്ചിരുന്നത്. അതേസമയം SIT റിപ്പോർട്ട് മുൻനിർത്തി പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയിൽ എതിർവാദമൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ കോടതി പ്രതിഭാഗം അഡ്വക്കേറ്റിൻ്റെ വാദങ്ങൾ ശരിയായി എടുത്തിരിക്കുകയാണ്. 41 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം തന്ത്രി കണ്ഠരര് ഉപാധികളോടെ 2 കേസുകളുമാണ് കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും 2 കേസുകളിലെയും ജാമ്യ ഹർജിയാണ് ഇന്നിപ്പോൾ വിജിലൻസ് കോടതി പരിഗണിച്ചത്. 2ലും ഒരുപോലെ തന്നെ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്.